നമസ്കാരം. ആനുകാലികത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. ചിലപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായി ശശി തരൂരിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് എല്ലാ തവണയും കേൾക്കാറുള്ളത് പോലെ സാധാരണഗതിയിൽ BJP-യിലേക്ക് ആ തരൂര് പോകുന്നതെന്ന് പറയുന്നെങ്കിൽ ഇത്തവണ അത് കുറച്ചൊന്ന് മാറിയിരിക്കുകയാണ്. CPM-ലേക്ക് തരൂര് പോകുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പിറകെ തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തരൂരും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. CPM-ൻ്റെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും തരൂരിന് താല്പര്യമുണ്ടെങ്കിൽ ആ വാതിൽ ഇപ്പോഴും തുറന്നിട്ടിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് ശരിക്കും മുഖ്യമന്ത്രിയുടെ ആ ദുബായ് പ്ലാനിങ്? 10 വർഷത്തെ കേരള ഭരണം വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് തുടരുമെന്ന മുദ്രാവാക്യവുമായി പിണറായി നിൽക്കുന്നു. മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചത് ഒരു ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു വലിയ പരീക്ഷണമാണ്. ഇതിലേറ്റവും മുഖ്യമായിട്ടുള്ളത് BJP-യുടെ നിലപാടാണ്. BJP എന്ത് നിലപാടെടുക്കും, RSS എന്ത് നിലപാടെടുക്കും, ഇക്കുറി ആർക്കനുകൂലമായി തിരിയും. പൊതുവെ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെയായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണായുധം. ഇക്കുറി ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങനെ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. കാരണം അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളൊക്കെ ശിക്ഷിക്കപ്പെട്ടു എന്ന ഒരു വിശദീകരണമാണ് CPM നൽകുന്നത്. ഇനി വമ്പന്മാർ പുറത്തൊന്നുമില്ല, പിന്നീട് സംശയമനം നീളുകയാണെങ്കിൽ അടൂർ പ്രകാശ് മുതൽ കടകംപള്ളി വരെ അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു എന്നൊക്കെയുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി ഒരു വിശാലമായ ചില പ്രചരണങ്ങളാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതാണ് മുഖ്യം. ഇവിടെ കനകോലുവിൻ്റെ നേതൃത്വത്തിൽ ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്പറുകൾ പയറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ധർബടത്ത് സാക്ഷാൽ ഷാഫിയെ മത്സരിപ്പിക്കും. മറുവശത്ത് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമാണ്, അവിടെ PV അൻവറിനെ കൊണ്ടുവന്ന് റിയാസിനെ തോൽപ്പിക്കും എന്നൊക്കെ വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്ക് പകർന്നു നൽകാൻ പല സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്പറുകളും കനകോലുവിൻ്റെ നേതൃത്വത്തിൽ പ്രയോഗിക്കുന്നു. അപ്പോൾ ധർമ്മടത്ത് ഷാഫി വരുന്നു, അത് വലിയൊരു മെസ്സേജാണ്. ധർമ്മടത്ത് പോയി പിണറായി വിജയനെ നേരിടാൻ ഷാഫി ഇറങ്ങുന്നു. അത് CPM-നുള്ളിൽ തന്നെ ഒരു വിറയൽ സൃഷ്ടിക്കും, അത് പിണറായിയെ പോലും ഒന്ന് ഭയപ്പെടുത്തും എന്നൊക്കെയാണ് ഇവരുടെ ഒരു കണക്കുകൂട്ടൽ. പ്രചരണത്തിൻ്റെ ഒരു മുഖ്യ ആയുധമായി ഇത്തരം സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറുവശത്ത് ഇനി ഷാഫി പോയി അവിടെ തോറ്റാലും പ്രശ്നമൊന്നുമില്ല, കാരണം MP സ്ഥാനം പോകില്ല. അതുപോലെ കരുത്തുറ്റ പല മണ്ഡലങ്ങളിലേക്കും കോൺഗ്രസിന് വേണമെങ്കിൽ അവരുടെ MP-മാരെ ഉപയോഗിക്കാം. ഇത്രയേറെ MP-മാർ വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ MP-മാരൊക്കെ നല്ല തലയെടുപ്പുള്ള നേതാക്കൾ തന്നെയാണ്. അവർക്ക് ഒരു മണ്ഡലത്തിലേക്ക് ചെന്നാൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് K. സുധാകരനെ പോലെയുള്ളവർക്ക് കണ്ണൂർ മേഖലയിലൊക്കെ. ധർമ്മടത്ത് സുധാകരനോ ഷാഫിയോ രണ്ടിലൊരാൾ നിൽക്കുമെന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. അപ്പോൾ വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ശശി തരൂരിൻ്റെ പ്രാധാന്യം. 2 തലത്തിലാണ് ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഒന്ന്, വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ച ഈഴവ നായർ ഐക്യം, അതിന്ന് പൊളിഞ്ഞു. ഇന്ന് സുകുമാരൻ നായർ ഐക്യത്തിൽ നിന്ന് പെട്ടെന്ന് ചാടിപ്പുറത്ത് ഇറങ്ങി. ഒരുമിച്ച് പോയി ആത്മഹത്യ ചെയ്യേണ്ടല്ലോ എന്ന ചിന്തയായിരിക്കും സുകുമാരൻ നായർക്ക്. മറ്റ് ഒരുപിടി പ്രശ്നങ്ങളുണ്ട്. സുകുമാരൻ നായർ ഈ ഐക്യത്തിൽ നിന്ന് ചാടിപ്പുറപ്പെടുന്നതിന് മുൻപായിരുന്നു ശശി തരൂരിൻ്റെ ഈ ഇടതുപക്ഷ നീക്കങ്ങൾ. അതിന് ചില കാരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഒരു സമുദായ ഇക്വേഷൻ, UDF ഇപ്പോൾ മുഖ്യമായി ആശ്രയിക്കുന്നത് മുസ്ലിം സമുദായ വോട്ടുകളാണ്. അത് കേരളത്തിൽ വലിയ ചർച്ചയാക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞു, സുകുമാരൻ നായർക്കും കഴിഞ്ഞു. മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മധ്യ തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലൊക്കെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നായർ നസ്രാണി ബന്ധമാണ്. ഈ നായർ നസ്രാണി ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പഴയ മന്നത്ത് പത്മനാഭൻ്റെ കാലം മുതൽ വല്ലാത്തൊരു നായർ നസ്രാണി സഖ്യമുണ്ട്. അത് വിമോചന സമരത്തിലൂടെയാണ് അന്ന് ശക്തമാകുന്നത്, ശ്രദ്ധേയമാകുന്നത്. പിന്നീട് പതിറ്റാണ്ടുകൾ ആ ആത്മബന്ധം നിലനിന്നിരുന്നു. ഈ നായർ നസ്രാണി ബന്ധത്തിൻ്റെ ഭാഗമായിരുന്നു പലപ്പോഴും പെരുന്നയിലേക്ക് കടന്നു ചെല്ലുന്ന നസ്രാണി നേതാക്കളെ നമ്മൾ കണ്ടിരുന്നത്. അന്ന് ചങ്ങനാശ്ശേരി ബിഷപ്പ്, സാധാരണഗതിയിൽ കത്തോലിക്ക സഭയുടെ ഒരു ബിഷപ്പ് പെരുന്ന വഴി കടന്നു പോകുമ്പോൾ പെരുന്ന പോപ്പിനെ കൂടി ഒന്ന് കണ്ട് ഒരു ദർശനം നടത്തി പോകുന്നൊരു പതിവുണ്ട്. അതുപോലെ തന്നെ പാലായിലേക്ക് മടങ്ങുന്ന KM മാണി എന്ന രാഷ്ട്രീയ അധികായൻ ആ കാലഘട്ടത്തിൽ പെരുന്ന വഴിയാണെങ്കിൽ സുകുമാരൻ നായർ ഒന്ന് കണ്ടിട്ട് പോകും. പുതുപ്പള്ളിയിലേക്ക് തിരുവല്ലയിൽ നിന്ന് തിരിഞ്ഞു പോകാം എങ്കിലും ഉമ്മൻചാണ്ടി പെരുന്ന വഴിയെ പോകും. ഓരോ കാര്യങ്ങളും വളരെ വിശദമായി സുകുമാരൻ നായരെ ചെന്ന് ധരിപ്പിക്കും. അങ്ങനെ ഒരു നായർ നസ്രാണി ബന്ധം വളരെ കൃത്യതയോടെ അന്ന് UDF നേതാക്കൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. സമദൂരവും ശരിദൂരവും ഒക്കെയാണ് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചതെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ കൃത്യമായ ശരിദൂരം UDFിലേക്ക് അടുപ്പിക്കാൻ നേതാക്കളുടെ
ഇത്തരം നീക്കങ്ങൾ കൊണ്ട് കഴിഞ്ഞിരുന്നു. ഈ നായർ നസ്രാണി ബന്ധം തന്നെയായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ തിരുവിതാംകൂറിനെയും, ഇനി മധ്യ തിരുവിതാംകൂറിൻ്റെ കുറച്ചുകൂടി വടക്കോട്ട് തിരിഞ്ഞലങ്ങ് തൃശ്ശൂർ വരെ നിലനിന്നിരുന്നത്. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു സമുദായ ഇക്വേഷൻ പലപ്പോഴും UDFിനുള്ളിൽ ഒരു ബാലൻസിങ് സാധ്യമാക്കി. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അമിത പ്രാധാന്യം കുറയാൻ ഇത് കാരണമായി. എന്നാൽ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് അധികാരത്തിലെത്തിയപ്പോൾ 2012 കുഞ്ഞാലിക്കുട്ടി വലിയ തോതിൽ ശക്തനാകുന്ന 5ാം മന്ത്രി എന്നുള്ള വലിയ ആരോപണമൊക്കെ കേൾപ്പിച്ച മുസ്ലിം ലീഗ് കാലഘട്ടത്തിൽ ഡെപ്യൂട്ടി CM സ്ഥാനം വരെ ചോദിച്ചു. അന്ന് ഉമ്മൻചാണ്ടിയെ വല്ലാത്ത തലത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടുള്ളൊരു ഭരണമാണ് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായത്. മറുവശത്ത് KM മാണി നിൽക്കുന്നു. അങ്ങനെ 3 കൂ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞുഞ്ഞ്. അപ്പോൾ ഈ 3 കൂമാരെ ഒതുക്കണം എന്നുള്ളൊരു പൊതുധാരയിൽ വെള്ളാപ്പള്ളി പ്രവർത്തിച്ചു. മറുവശത്ത് സുകുമാരൻ നായർ അതിനോട് യോജിച്ചു. മുസ്ലിം ലീഗിന് അമിത പ്രാധാന്യം വരുന്നതും മുസ്ലിം സമുദായം കൂടുതൽ രാഷ്ട്രീയത്തിൽ സ്വാധീനമുറപ്പിക്കുന്നതും വെള്ളാപ്പള്ളി അസ്വസ്ഥനാക്കി. അന്ന് സുകുമാരൻ നായരെ അസ്വസ്ഥനാക്കി. അങ്ങനെയാണ് 2012 ഒരു ഈഴവ നായർ ഐക്യം എന്നവർ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അതിന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയല്ലേ അച്ഛൻ. ഉമ്മൻചാണ്ടി പെരുന്നയിലെത്തി സുകുമാരൻ നായരെ വളച്ചെടുത്തു. അതോടുകൂടി അതൊക്കെ പോയി. പിന്നീട് സുകുമാരൻ നായർ വീണ്ടും UDF ചായ്വിൽ തന്നെയായിരുന്നു. നായർ നസ്രാണി ബന്ധം നിന്നു. 2014 ഒടുവിൽ 15 KM മാണി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു. പിന്നീട് UDFിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി പാലായിൽ വിജയിച്ചു. അങ്ങനെ ക്രമേണ ഈ UDFിനുള്ളിൽ ഒരു ബാലൻസ് നഷ്ടമായി. ഈ ഒരു അപകടം ശശി തരൂരിനറിയാം. ശശി തരൂർ വളരെ സൂക്ഷ്മതയോടെയാണ് രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. നേരത്തെ ശശി തരൂർ കേരളം മുഴുവൻ നടത്തിയ പര്യടനത്തിൽ അന്ന് പാണക്കാട് തങ്ങളുടെ അടുക്കൽ പോയി മുസ്ലിം ലീഗിൻ്റെ പരിപൂർണ പിന്തുണ ആർജിച്ചു. മുസ്ലിം നേതാക്കളൊക്കെ അന്ന് ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിക്കണം, അടുത്ത മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും തരൂരിന് കൃത്യമായ ഒരു ചിത്രം മനസ്സിലുണ്ട്. തരൂർ എപ്പോഴും തന്മയത്വത്തോടെ രാഷ്ട്രീയം കളിക്കും. തരൂരിന് തുടക്കം മുതൽ സോണിയാഗാന്ധിയുമായി പിന്നീട് രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളുമായി അത്രയേറെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം അതിൽ ഒരു രാഷ്ട്രീയ പ്രൊഫഷണലിസം ആ കുടുംബത്തിന് ഇപ്പോൾ ഇല്ല എന്നാണ് തരൂരിൻ്റെ ഒരു നിഗമനം. അതിൻ്റെയൊക്കെ ഒരു ഒടുവിലാണ് മഹാപഞ്ചായത്ത് തരുന്നത് കൊച്ചിയിൽ. നമുക്കിവിടെ നിന്ന് ഒന്നുകൂടി പുറകോട്ട് വരാം. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധിയുടെ അഹന്ത തന്നെയാണ് കണ്ടത്. അന്ന് തരൂരിനെ ഗവനിക്കുന്നേയില്ല. ആ വേദിയിലിരിക്കുന്ന തരൂരിന് അവിടെ കൊടുത്തിരിക്കുന്ന ആകെ ജോലി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന് മുൻപ് ഒരു പൈലറ്റ് പ്രാസംഗികനാകുക, പ്രസംഗങ്ങൾക്കൊന്ന് തുടക്കമിടുക. രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃത്വപാഠവും ശശി തരൂരിൻ്റെ ഒരു നേതൃത്വപാഠവും അവർക്കിരുവർക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു ദൗത്യം ശശി തരൂരിനെ ഏൽപ്പിക്കാൻ പാടില്ല. 1. 2, രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ തരൂരിൻ്റെ പേര് മാത്രം പറയുന്നില്ല. വേദിയിൽ വെച്ച് തന്നെ തരൂരിൻ്റെ മുഖത്ത് ഈ അസ്വസ്ഥത പ്രകടമായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഈ രാഹുൽ ഗാന്ധിക്ക് തരൂരിനോട് വല്ലാത്ത കലിപ്പാണ്. അതിൻ്റെ മുഖ്യ കാരണം KC വേണുഗോപാലിൻ്റെ തിരിയാണ്. KC വേണുഗോപാൽ പലപ്പോഴും രാഹുലിനെ തിരിവെച്ച് ഇയാൾ എപ്പോൾ വേണമെങ്കിലും BJP ക്യാമ്പിൽ പോയി കയറാം, കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്നു. കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുതൽ പലപ്പോഴും ഒരു പാർട്ടിക്ക് തലവേദനകൾ സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും സ്വന്തം ഇമേജിനും വേണ്ടിയുള്ള നിരന്തര പരിശ്രമങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു. എന്നാൽ ഇതിനെയൊക്കെ ചേർത്ത് കൊണ്ടുപോകാനുള്ളൊരു വിശാല മനസ്ഥിതി ഇതേ രാഹുൽ ഗാന്ധിക്കില്ല. രാഹുൽ ഗാന്ധി ഒരു തലത്തിൽ KC വേണുഗോപാലിൻ്റെ തടവറയിലാണെന്ന് കരുതുന്ന ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലുണ്ട്. അവരുടെ ഒരു വലിയ വിഭാഗം പ്രതിനിധീകരിക്കുന്നത് ശശി തരൂരിനെയാണ്. അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് വേദിയിലേക്ക് ചെന്നിരുന്ന ശശി തരൂരിനെ അന്ന് അപമാനിക്കുകയും ചെയ്തു. ഈ അപമാനത്തിൽ ക്ഷുഭിതനായി ശശി തരൂർ പ്രോഗ്രാം തീരുന്നതിന് മുൻപ് വേദി വിട്ടിറങ്ങി. പുറത്തേക്ക് വന്നതിന് ശേഷം ചില മീഡിയ സുഹൃത്തുക്കളുമായി അദ്ദേഹം സംസാരിച്ചു. തൻ്റെ വിശ്വസ്തരായി അദ്ദേഹം സംസാരിച്ചു. ഈ പാർട്ടിയിൽ എത്ര കാലം ഇങ്ങനെ അപമാനം സഹിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം ആത്മരോഷത്തോടെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു. അവരൊക്കെ അപ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് BJP ആ ഒരു ബന്ധം തന്നെയാണ് നല്ലതെന്നാണ്. നേരത്തെ ഈ കിറ്റക് സാബു ഡൽഹിയിലെത്തി ചർച്ചകൾ നടത്തുമ്പോൾ മറുവശത്ത് ശശി തരൂരും ഉണ്ടായിരുന്നു. 2 തലത്തിലാണ് അന്ന് കേന്ദ്രം പ്ലാൻ ചെയ്തത്. ഒന്ന് ശശി തരൂരിനെയും മറുവശത്ത് കിറ്റക് സാബുവിനെയും പിടിച്ച് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ നായർ ക്രിസ്ത്യൻ ഒരു പിന്തുണ ഉറപ്പിക്കുക. അത് UDFിൻ്റെ വലിയ നട്ടെല്ലാണ്.
ഏതെങ്കിലും തലത്തിൽ കേരളത്തിൽ ഒരു നായർ വിഭാഗത്തിൻ്റെയും ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും ഒരു ഉറച്ച പിന്തുണ ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ പഠനങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയത്. അതിൻ്റെ ഭാഗമായി ശശി തരൂരുമായി നെഗോഷിയേറ്റ് ചെയ്തു. ശശി തരൂരിന് വലിയൊരു ഡിമാൻഡുണ്ട്. NDA മുന്നണിയുടെ ഭാഗമായാൽ ശശി തരൂർ ആവശ്യപ്പെടുന്നത്ര സീറ്റ് കൊടുക്കണം, പിന്നീട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കണം. പക്ഷേ അതിനോട് ബി ജെ പിക്ക് യോജിപ്പില്ല. ബി ജെ പി മുന്നോട്ട് വെച്ച ആവശ്യം ശശി തരൂർ ബി ജെ പി അംഗത്വമെടുത്ത് ബി ജെ പിയുടെ ഭാഗമായാൽ ആ കാര്യം പരിഗണിക്കാമെന്ന്. മറിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് പാർട്ടി രൂപീകരിച്ച് മുന്നണിയുടെ ഭാഗമായാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ശശി തരൂരിനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നത് കോൺഗ്രസ് കൂടാരത്തിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ഒരു സ്വന്തം പാർട്ടി രൂപീകരിക്കുക വലിയ ടാസ്ക്കാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ എത്രമാത്രം ബി ജെ പിയിലേക്ക് ചെന്ന് കയറിയാൽ തനിക്ക് നിലനിൽപ്പുണ്ടാകും, ഒരു മതേതരത്വ മുഖം ഇന്ത്യയിൽ സൂക്ഷിക്കുന്ന ഒരു ദേശീയ നേതാവാണ് താൻ എന്നൊരു പ്രതീതിയാണ് തരൂരിനുള്ളത്. അത് അദ്ദേഹം വല്ലാണ്ട് ഭയപ്പെട്ടു. അങ്ങനെ ഈ നെഗോഷിയേഷൻസ് കുറേ അധികം മുന്നോട്ട് പോയി എങ്കിലും ബി ജെ പിയിലേക്ക് ചേരാനോ ബി ജെ പിയുടെ ഭാഗമാകാനോ കഴിഞ്ഞില്ല. ഗെറ്റക് സാബു ഉൾപ്പെടെ പലരും NDA മുന്നണിയിലേക്ക് ഇതിനിടയിൽ ചാടിക്കയറി. അപ്പോൾ ബി ജെ പിയുമായി കൂട്ടുചേരാൻ കഴിയാത്തതിൻ്റെ ഒരു മാനസിക വിഷമം ഒരു വശത്തുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ തന്നെ അവഗണിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ വെച്ചുണ്ടായ ഈ മഹാസ്ഫോടനം. ഇതോടെ ശശി തരൂർ ഇടതുപക്ഷ ക്യാമ്പുമായി ചില ചർച്ചകൾ തുടങ്ങിയെന്നാണ്. ദുബായിലെ നമുക്കൊക്കെ അറിയാവുന്നൊരു വലിയ പ്രവാസി വ്യവസായി, അദ്ദേഹം പിണറായി വിജയനുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നയാളാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ തരൂരിനെ വിളിക്കുന്നു. എന്തുകൊണ്ട് ഒരു LDF മുന്നണിയുമായി ചില ധാരണകൾ വർക്കൗട്ട് ചെയ്തുകൂടാ? നേരത്തെ ജോസ് കെ മാണി UDFിലേക്ക് മടങ്ങും എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ അവർ പോയില്ല. ഇവിടെ നമുക്കൊരു വിശാല നായർ ക്രിസ്ത്യൻ ആ ഒരു മൂവ്മെൻറ്റ് സാധ്യമാക്കാം. പ്രത്യേകിച്ച് NSS സുകുമാരൻ നായരൊക്കെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ആ ചൂണ്ടയിൽ തരൂർ കുത്തി. അതിനെ തുടർന്ന് ചില ചർച്ചകൾ നടത്തി. 15 സീറ്റ് അത് ആണ് തരൂരിൻ്റെ ഡിമാൻഡ്. അതിനോട് ഏകദേശം ഒക്കെ അനുകൂലമാണ്. 10 സീറ്റ് വരെ LDF ഓഫർ ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പോൾ തരൂരിനൊപ്പം നമ്മുടെ കോഴിക്കോട് MP MK രാഘവൻ അടക്കമുള്ള ഒരു പിടി നേതാക്കളുണ്ട്. കോൺഗ്രസ് തന്നെ നെടുക പിളർത്തി അതിൽ അസംതൃപ്തരെയും വലിയൊരു വിഭാഗത്തെയും കൂട്ടി നേരെ LDFിലേക്ക് ചെന്ന് കയറിയാൽ ഇതൊരു വലിയ രാഷ്ട്രീയ ഷോക്കായിരിക്കും UDFിനെ സംബന്ധിച്ച്. ശശി തരൂരിനെ സംബന്ധിച്ച് പ്രൊഫഷണലുകൾ, പിന്നെ ഒരു മധ്യവർഗക്കാർ, അങ്ങനെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയും. മറുവശത്ത് ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ അംഗീകാരമുള്ള നേതാവാണ്, നായർ സമുദായത്തിന് വലിയ അംഗീകാരമുള്ള നേതാവാണ്. അപ്പോൾ ഇതുവഴി ശശി തരൂരിലൂടെ ഒരു നായർ വിഭാഗത്തെയും ഇപ്പോൾ LDFിൻ്റെ ഭാഗമായിരിക്കുന്ന ജോസ് കെ മാണിയെ കൂടുതൽ അടുപ്പിച്ചു നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും പിന്തുണ ഉറപ്പിക്കുക, കൂടുതൽ ഈഴവ അടിത്തറ ഉറപ്പിക്കുക. മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ഇക്കുറി നഷ്ടപ്പെട്ടാലും ഈ ഒരു രാഷ്ട്രീയ കളിയിലൂടെ LDFിന് തിരികെ വരാം എന്നതായിരുന്നു LDFിൻ്റെ കണക്കൂട്ടൽ. ഇതിനെ തുടർന്നാണ് ദുബായിൽ നടന്ന ചർച്ചകൾ. ആ ചർച്ചകൾ ഇപ്പോൾ ഏറെക്കുറെ വിജയിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇനി ശശി തരൂർ ആത്യന്തികമായൊന്ന് മനസ്സ് തുറക്കണം. എപ്പോൾ ഈ ഒരു ഷിഫ്റ്റിംഗ് തരൂരിനെ സംബന്ധിച്ച് MP സ്ഥാനം പോകും, ഇങ്ങനെയൊരു കോൺഗ്രസിൽ നിന്ന് പിളർന്ന് നേരെ LDFിലേക്ക് പോകുന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇത്തരമൊരു നീക്കം നടത്തിയല്ല. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തി തരൂരിനെ വിജയിപ്പിക്കാൻ ഒരു ടാസ്കും ഇടതുമുന്നണി എടുക്കുക. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒന്നെങ്കിൽ ധനകാര്യ മന്ത്രിസ്ഥാനം, ശശി തരൂർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡെപ്യൂട്ടി CM പോസ്റ്റാണ്. അപ്പോൾ ഈ വഴിക്കൊക്കെ ചർച്ചകൾ നടക്കുന്നു. ശശി തരൂരിന് പിന്നീട് ചില ദേശീയ കാഴ്ചപ്പാടുണ്ട്, ഡൽഹിയിലൊക്കെ വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ഇപ്പോൾ രഹസ്യമായി പറയുന്നത് BJP RSS ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അവർ വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ലാത്ത മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുക. കാരണം ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു ലക്ഷ്യം സാധ്യമാക്കാൻ അത്തരമൊരു ഘട്ടത്തിൽ ഇക്കുറിയും LDFിനൊരു ചാൻസ് ഉണ്ട്. അതാണ് ശശി തരൂരിനെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. എന്നാൽ മറുവശത്ത് ചിലർ സംശയം ഉന്നയിക്കുന്നത് തരൂരിൻ്റെ ഒരു ആത്മഹത്യയാകുമോ എന്നാണ്. നമുക്ക് അക്കാര്യം തീർത്ത് പറയുക വയ്യ. കാരണം അടുത്ത തവണ ഒരു തുടർ ഭരണം പിടിക്കാൻ LDFിന് കഴിഞ്ഞില്ല എങ്കിൽ തരൂരിൻ്റെ ഒരു ആത്മഹത്യ തന്നെയാകും ഇത്. അതിൽ ആത്മഹത്യാപരമാകുമോ എന്ന ചോദ്യത്തിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ദേശീയ തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. അക്കാര്യത്തിൽ സംശയമില്ല. ആഗോളതലത്തിലും വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്.
അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടാൻ തരൂർ തയ്യാറാകുമോ? പ്രത്യേകിച്ച് ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ കേരളത്തിന് പുറത്ത് വലിയ വേരോട്ടമൊന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തരൂർ എത്തും എന്നുള്ളത് തരൂരിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്നുകിൽ BJPയുടെ ഭാഗമാകും. കാരണം തരൂരിൻ്റെ കണക്കൂട്ടലനുസരിച്ച് അടുത്ത തവണയും NDA ഒന്നും ഇവിടെ അധികാരത്തിൽ വരത്തില്ല. ഇപ്പോൾ മോദി ഭരിക്കുന്നു. ആ BJP ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നത്. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണയിലാണ് തരൂർ നിൽക്കുന്നത്. ഒന്ന്. രണ്ട്, രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തിയാലും ഇനി തരൂരിനെ മൈൻഡ് ചെയ്യില്ല. കാരണം രാഹുലിനോടൊപ്പം KCയെ പോലുള്ള ഒരു പിടി നേതാക്കളുണ്ട്. തരൂരിന് മുകളിൽ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് തരൂരിനേക്കാൾ വളരെ സ്റ്റേച്ചർ കുറഞ്ഞ നേതാക്കളാണ്. ഇത് തരൂരിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തരൂർ പണ്ടേ താനൊരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആണ് എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുള്ള ഒരാളാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തരൂർ കണക്ക് കൂട്ടുന്നു. മറുവശത്ത് BJPയിലേക്ക് ചെന്ന് തൻ്റെ മതേതര മുഖം നഷ്ടപ്പെടുത്തേണ്ട എന്നും തരൂരിനുണ്ട്. അതുകൊണ്ടാണ് തരൂർ ഇപ്പോൾ ഇടതുപക്ഷത്തെ മുന്നണിയിൽ ഒരു പ്രത്യേക ബ്ലോക്കായി കയറാൻ നോക്കുന്നത്. അതിൻ്റെ സാധ്യത എവിടെയാണ് എന്ന് വെച്ചാൽ ഇക്കുറി ഇടതുപക്ഷത്ത് ഒരു വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ തരൂരിനെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രിസ്ഥാനം പോലൊരു മന്ത്രിസ്ഥാനവും കിട്ടി, അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി CM ആയാൽ അദ്ദേഹം ഇപ്പോൾ രൂപം കൊടുക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കോൺഗ്രസ്സിന്, അതായത് ഇപ്പോഴല്ല നമ്മൾ കണക്ക് കൂട്ടേണ്ട, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സപ്പോസാണ്, നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, UDF തോറ്റു വന്നിരിക്കട്ടെ, ശശി തരൂർ രൂപം കൊടുക്കുന്ന ആ പാർട്ടി LDFനുള്ളിൽ വിജയിക്കുന്നു. അതൊരു കോൺഗ്രസ് മുഖമുള്ള പാർട്ടിയായിരിക്കും. അതിലേക്ക് അസംതൃപ്തരായ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു കുത്തൊഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പാർട്ടി വലിയ തോതിൽ വിപുലീകരിക്കാനും ആ ഘട്ടത്തിൽ ശശി തരൂരിന് കഴിയും. 2031 പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് പല ഓപ്ഷനുണ്ട്. BJP മുന്നണിയുടെ ഭാഗമാകാം, വേണമെങ്കിൽ LDFൽ തുടരാം. ആ ഘട്ടത്തിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഏറെ ദുർബലമായാൽ ശശി തരൂരിൻ്റെ നീക്കം വളരെ സക്സസ്ഫുള്ളാകും. ഇതൊക്കെ ഈ ശശി തരൂരിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളും ശശി തരൂരിൻ്റെ വിശ്വസ്തരുമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തരൂർ കുറച്ചുകൂടി കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ നമുക്ക് ഈ പ്രായോഗിക പൊളിറ്റിക്സ്, നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന പൊളിറ്റിക്സ്, ആ തലത്തിൽ മാത്രം അതിനെ ചർച്ച ചെയ്യുക വയ്യ. പൊളിറ്റിക്സ് എപ്പോഴും നമ്മൾ ദീർഘകാല പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. 2024 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2031 36 തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കാണുന്നു. അതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് ശശി തരൂരിൻ്റെ നീക്കങ്ങളുമായി നമ്മൾ തുലനം ചെയ്യുമ്പോൾ ശശി തരൂരിൻ്റെ നീക്കങ്ങൾ വളരെ ശക്തമാണ്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ തരൂരിനെ സംബന്ധിച്ച് ഇങ്ങനൊരു തീരുമാനമെടുത്തു, അത് ഫൈറ്റ് വിജയിച്ച് കഴിഞ്ഞു. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലെ മറ്റൊരു മാറ്റത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഈ പറയുന്ന പോലെ ദേശീയ തലത്തിൽ തരൂരിനൊരു ഇമേജ്, ഈ പറയുന്ന ഡിമാൻഡ്സ് അംഗീകരിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ശക്തനായി മാറാൻ കഴിയുമെന്നൊരു വിശ്വാസം കൂടി ഊട്ടിയുറപ്പിക്കാൻ തരൂരിനെ സംബന്ധിച്ച് ഒരു ലാൻഡിംഗ് പോയിൻ്റാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തൻ്റെ ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു ലാൻഡിംഗ് സ്പേസ് മേടിക്കുക എന്നുള്ളത്. ആ ലാൻഡിംഗ് സ്പേസ് ഇടതുപക്ഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് അദ്ദേഹം ഭംഗിയായി ഉപയോഗിക്കും. ആ ഉപയോഗപ്പെടുത്തുന്ന ആ സ്പേസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയെ വളർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞാൽ 2031 ഒരു ഡിസിസീവ് ഫാക്ടറാവും കേരളത്തിൽ. അക്കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാമുദായിക ഇക്വേഷനുകൾ. കാരണം UDFലേക്ക് വലിയ തോതിൽ ഇപ്പോൾ മുസ്ലിം സമുദായം ഒരുമിച്ചെത്തുന്ന കാഴ്ചയാണ്. അവിടെ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യം വരും. ഇതിനെ ഇപ്പോൾ ഈഴവ നായർ ഐക്യം പൊളിഞ്ഞു എങ്കിലും ഈ രണ്ട് സമുദായവും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുക തുടർച്ചയായി. ഒരു വശത്ത് നായർ സമുദായവും മറുവശത്ത് ഈഴവ സമുദായവും ഈ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളാപ്പള്ളി അതിനിശ്ചിതമായ ഭാഷയിലാണ് വിമർശിച്ചത്. അപ്പോൾ ആ ഒരു സ്പേസ് ഉപയോഗിക്കുക എന്നതാണ് തരൂരിൻ്റെ ഏറ്റവും ശ്രദ്ധ. അപ്പോൾ എന്തായിരുന്നാലും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ മറ്റൊന്നുകൂടി ഉണ്ട് കേട്ടോ. കാരണം തരൂരിനൊരു വളരെ വിദൂരമായൊരു ദൂരക്കാഴ്ച കൂടിയുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗം, ഞാൻ ആദ്യം പറഞ്ഞ മന്നത്ത് പത്മനാഭന് വിഭാവനം ചെയ്ത നായർ ക്രിസ്ത്യൻ ഐക്യമുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇപ്പോൾ ഇടതുപക്ഷത്താണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്. അതേ ക്യാമ്പിലേക്ക് ശശി തരൂരിൻ്റെ പാർട്ടി ചെന്ന് കയറുന്നു. പിന്നീട് ഈ രണ്ട് പാർട്ടികൾക്ക് ഒന്നായി ചേർത്തുകൊണ്ട് വേണമെങ്കിൽ BJP ഉൾപ്പെടുന്ന NDAയുമായി നെഗോഷിയേറ്റ് ചെയ്ത് 2031 വലിയൊരു ഡിസിസീവ് ഫാക്ടറായി മാറാം കേരള പൊളിറ്റിക്സ്. നമുക്ക് പൊളിറ്റിക്സിലെ ഇപ്പോഴത്തെ മുന്നണി സംവിധാനങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ എത്രയോ വട്ടം ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് കാലങ്ങളായി പഴയ നമ്മുടെ EMSൻ്റെ ആ മന്ത്രിസഭയുടെ കാലം കഴിഞ്ഞ്
മുന്നണി സംവിധാനം കേരളത്തിൽ തുടക്കമിട്ടതിൻ്റെ പിന്നാലെ ഇരു മുന്നണികൾ ഇങ്ങനെ മാറി മാറി ഭരിച്ച് കേരളം മാത്രമാണ് അങ്ങനെ ഒരു സംസ്ഥാനം. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ ഇടിവെട്ട് മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. മുന്നണി സംവിധാനങ്ങളൊക്കെ പൊട്ടിച്ചിതറുന്നതും പുതിയ മുന്നണികൾക്ക് രൂപം കൊടുക്കുന്നതും BJP പല രാഷ്ട്രീയ പാർട്ടികളെ തങ്ങളുടെ പാളയത്തിലേക്ക് അടുപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി കോൺഗ്രസ് വലിയ തോതിൽ അടുത്ത തവണ ഇവിടെ വിജയിച്ചു വന്നാൽ അതിലൊരു പൊട്ടിത്തെറി ഉണ്ടാകില്ല എന്ന് ആരറിഞ്ഞു? ആ പൊട്ടിത്തെറിയുടെ ഒരു വലിയ വിഭാഗത്തെ BJP വിഴുങ്ങില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ കൃത്യതയോടെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നു, പിണറായി വിജയനെതിരെയുള്ളൊരു വികാരം നിലനിൽക്കുന്നു എന്ന് നമ്മൾ സമ്മതിക്കുമ്പോഴും പറയുമ്പോഴും ഇത്തരം രാഷ്ട്രീയ സാധ്യതകൾ അത് കാണാതിരിക്കാൻ കഴിയില്ല. ശശി തരൂർ എന്തായിരുന്നാലും കോൺഗ്രസ് അർഹിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയല്ലേ? വേണ്ട വിധത്തിൽ ഇത്രയും കാലം ഉപയോഗപ്പെടുത്താനായി കഴിഞ്ഞിട്ടില്ല. തരൂരിൻ്റെ സ്വഭാവത്തിലും അത്തരം ചില പ്രശ്നങ്ങളുണ്ട്. കാരണം തരൂർ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല, രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളുന്നില്ല. അത് തരൂരിനെ കുറ്റം പറയാനും കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ്. ഇപ്പോൾ രാഹുലിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത വലിയൊരു വിഭാഗം അതിലുണ്ട്. രാഹുലിൻ്റെ കൂടെ നിൽക്കുന്ന KCയെ പോലും അംഗീകരിക്കാത്ത ഒരുപാട് നേതാക്കൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഭദ്രമെന്ന് നമുക്ക് പുറമേക്ക് തോന്നാം. പക്ഷേ അതിൻ്റെ ഉള്ള് ഈ ലാവ പുകയുന്നത് പോലെ, അഗ്നിപർവ്വതം പുകയുന്നത് പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊട്ടിത്തെറിക്കില്ല എന്നൊന്നും നമുക്ക് പറയുക വയ്യ. ഇനി മറ്റൊരു സംശയം കൂടിയാണ്, അതായത് പ്രകടമായി എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഈ പറയുന്നത് പോലെ LDFിലേക്കുള്ള ആ യാത്ര അത് സാധ്യമായെന്നിരിക്കട്ടെ, തിരഞ്ഞെടുപ്പിന് മുന്നേ അതിലൊരു തീരുമാനമായിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ LDFിനുള്ളിലെ ഒരു കോൺഗ്രസ് മുഖം എന്ന രീതിയിൽ ശശി തരൂർ വരുന്നു. അപ്പോഴും പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുന്നേ കോഴിക്കോട് നടന്ന വേദിയിൽ വെച്ച് തരൂർ പറഞ്ഞത് മോദിയെ പുകഴ്ത്തി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് മോദി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ LDF ക്യാമ്പിനുള്ളിൽ തരൂർ നടത്തിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വളരെ വലുതായിരിക്കത്തില്ലേ? അല്ല, അത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. തരൂരിലൂടെ CPMുമായി ഒരു കൃത്യമായ പാലമിടുക. പിണറായി വിജയനും അതുതന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ തങ്ങൾക്കൊപ്പം എത്തിച്ചാൽ BJPയുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ഉറപ്പിക്കാൻ കഴിയും. CPM എല്ലാ കാലഘട്ടത്തിലും BJPയുമായി ഒരു രഹസ്യധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിപ്പോഴും തുടരുന്നു, അതിനിയും തുടരും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എപ്പോഴും സാഹചര്യങ്ങളുടെ ഒരു കലയാണ്. നമുക്കറിയില്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം നാളെ എങ്ങനെ വരുമെന്ന്. ഈ പറയുന്നത് പോലെ തന്നെ LDF അങ്ങനെ ഒരു സംഘപരിവാർ ചായ്വിലേക്ക് വന്നാൽ ജനം അതെങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക? ഇപ്പോൾ തന്നെ LDF സംഘപരിവാർ ചായ്വിലാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന LDFിനെ നമ്മൾ കണ്ടത്. അന്ന് മുസ്ലിം സമുദായ വോട്ടുകൾ സമാഹരിക്കാൻ പിണറായി വിജയൻ നടത്തിയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ പിണറായി വിജയനും LDFും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് MP ഗോവിന്ദൻ്റെ തീക്ഷ്ണ പ്രസ്താവനകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അത് തികച്ചും ഒരു ഹിന്ദുത്വ വാദമുന്നയിക്കുന്ന പ്രസ്താവനകളല്ലേ ഗോവിന്ദൻ്റെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കുന്ന ഒരു നീക്കമല്ലേ നമ്മൾ കാണുന്നത്. അത് ഒരു തലത്തിൽ സംഘപരിവാറിൻ്റെ ആശയം തന്നെയല്ലേ? അപ്പോൾ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ, സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ഹൈന്ദവ വോട്ടുകൾ ആർക്ക് അനുകൂലമായി വരും എന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ ശ്രദ്ധാകേന്ദ്രം. ചുരുക്കത്തിൽ ഒരു കാര്യം പറയാൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിട്ടത് കോൺഗ്രസിനെ മാത്രം തന്നെയാണ്. ഇടതുപക്ഷം എന്തായിരുന്നാലും ഒരു ശത്രുവല്ല എന്ന രീതിയിൽ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കും. മിത്രമാക്കാം എന്നുള്ള തലത്തിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ നടക്കുന്നുണ്ടായിരിക്കുമല്ലേ? ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ വോട്ടുകൾ ഇപ്പോൾ LDFിലേക്ക് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് LDFിനെ BJP അറ്റാക്ക് ചെയ്യുക. രാഷ്ട്രീയമായി അത്തരം പ്രസ്താവനകളും പ്രസംഗങ്ങളുമൊക്കെ ഒരു ആക്രമണത്തിൻ്റെ രൂപം കാണും. നമ്മൾ ആക്രമണത്തിൻ്റെ രൂപത്തിലാവും. പക്ഷേ ആത്യന്തികമായി വോട്ട് ചെയ്യുന്നത് അത് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായിരിക്കും, കോൺഗ്രസ് മുക്ത കേരളത്തിനായിരിക്കും. അതൊരു സംഘപരിവാർ ലക്ഷ്യം തന്നെയാണ്. അവിടെയാണ് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളുടെ പ്രാധാന്യം. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അത് വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും തരൂർ ഇതിനെ എങ്ങനെ നോക്കിക്കാണും, ഇനി എന്തായിരിക്കും അടുത്ത ചുവടുവയ്പ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.